ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഉരുൾപൊട്ടൽ ഭീഷണി ഭയന്ന് സമരമുഖത്തിലെത്തിയവരാണ് ഞങ്ങളെന്ന് ഇത്തിയാൻമല സംരക്ഷണ ജനകീയ സമിതി അംഗങ്ങൾ. ചെറിയ മഴ പെയ്താൽ പോലും ഭയക്കുന്നതായും പ്രതിഷേധക്കാർ പറയുന്നു. ഇത്തിയാൻമല സംരക്ഷണ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ജനകീയ പ്രതിഷേധം 20ാം ദിവസത്തേക്ക് അടുക്കാൻ നിൽക്കുമ്പോൾ വലിയ ജനരോക്ഷവും മഴക്കാലം എത്തുന്നത് മൂലമുള്ള ഭയവും നാട്ടുകാരിൽ പ്രത്യക്ഷമാണ്. പുരാണങ്ങളിൽ ഇടം പിടിച്ച മലയാണ് പനമണ്ണയിലെ ഇത്തിയാൻമല എന്നും കാലങ്ങളായി വിശ്വാസികൾ കലശവും മറ്റ് പൂജകളും ചെയ്തു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്നും ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തവിടെ സ്ഥാപിച്ചിരുന്ന പ്രതിഷ്ഠകൾ വലിച്ചെറിഞ്ഞാണ് കോറി ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ജനകീയ സമിതി അംഗം പ്രകാശൻ പറയുന്നത്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകളിൽ നിന്നൊക്കെ വിവരം ശേഖരിക്കുമ്പോൾ അവർ ജനിക്കുമ്പോൾ തന്നെ ഈ മലയുണ്ട്. പെട്ടെന്നൊരു ദിവസം ഉണ്ടായ മലയല്ല. ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലും ഒക്കെ ഇപ്പോൾ അനങ്ങമലയുടെ ഐതിഹ്യത്തെ സംബന്ധിച്ച് പറയുന്നത് ഹനുമാൻ വന്ന മലയാണ്, ഉഴക്കാൻ പറ്റിയിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നു. അതേ ഐതിഹ്യത്തിലും പുരാണത്തിലുമൊക്കെ ഈ മലയും ഇത്തിയൻമലയും അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റ മലയാണ് എന്ന് പറയുന്നു. ചരിത്രാതീത കാലം മുതൽ ജനങ്ങൾ അവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി കലശവും അതുപോലെ തന്നെ പൂജയും ഒക്കെ നടത്തിയിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തച്ച് തകർത്ത് അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്ന പ്രതിഷ്ഠകൾ വലിച്ചെറിഞ്ഞ് സുരേഷ് ബാബു എന്ന ഒരു മുതലാളി ഇവിടെ കോറി തുടങ്ങിയിരിക്കുക. ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ജനങ്ങളുടെ വിശ്വാസവും അവർ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹങ്ങളും വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, ഈ കോറിയുടെ പ്രവർത്തനം അനധികൃതമാണെന്നും 2018 ഉരുൾപൊട്ടി വീട്ടാമ്പാറ റോഡ് മുഴുവനായും നശിക്കുകയും അനങ്ങനടി പഞ്ചായത്തിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും ആ ഭീതിയിലാണ് സമരം നടത്തുന്നതെന്നും പ്രകാശൻ വ്യക്തമാക്കി. ഈ കോറി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അനധികൃതമായിട്ടാണ്. അതുകൊണ്ടാണ് അത് നിയമപരമല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ ഒരു കോറിയും പ്രവർത്തിക്കാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കരിങ്കല്ല് വേണം എന്ന് തിരിച്ചറിയുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ ഈ കോറി പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടലുള്ള മേഖലയിലാണ്. 2018 ആഗസ്റ്റ് മാസം 17-ാം തീയതി ഉരുൾപൊട്ടി ഈ പ്രദേശത്ത് വരികയും വീട്ടാമ്പാറ റോഡ് പൂർണ്ണമായി അതിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി നശിക്കുകയും അനങ്ങനടി പഞ്ചായത്ത് 8ാം വാർഡിലുള്ള ഇപ്പോൾ 8ാം വാർഡായിട്ടുള്ള കോന്ത്രക്കുണ്ട് പ്രദേശത്തെ ജനങ്ങളെ പത്തോങ്കളം AMLP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭീതിയിലാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയും കല്ലും മണ്ണും ഇളക്കിക്കഴിഞ്ഞു എന്നും ചെറിയ മഴ പെയ്താലടക്കം ഉരുൾപൊട്ടുമെന്ന ഭയമുണ്ടെന്നും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. 2018 പ്രളയം പോലെ അല്ല, ഒരു ചെറിയ മഴ വന്നാൽ ഈ പ്രദേശം ഉരുൾപൊട്ടും. അയാളുടെ ആധുനിക യന്ത്രങ്ങൾ വെച്ച് ഈ മല ഇളക്കിയിരിക്കുന്നു, കല്ലിളക്കിയിരിക്കുന്നു, മണ്ണിളക്കിയിരിക്കുന്നു. ഉരുൾപൊട്ടും, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന ഭീതി കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. സമരത്തിന് വരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുമെന്നും പ്രകാശൻ പറഞ്ഞു. ജനങ്ങൾ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നു. സമരത്തിന് വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന വില കുറഞ്ഞ കുടിലതന്ത്രം, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്ന നാണം കെട്ട നെറികെട്ട അവസ്ഥയിലേക്ക് കോറി മുതലാളി എത്തുമ്പോൾ ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ മുൻ കൗൺസിലർമാരായ സജിത്ത്, നാസർ, ലത, കൃഷ്ണൻകുട്ടി, പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗവുമായ IM സതീശൻ, 37ാം വാർഡ് കൗൺസിലർ അർച്ചന സജിത്ത്, ബാലചന്ദ്രൻ, പ്രകാശൻ മാസ്റ്റർ, ശ്രീധരൻ, ഹരിദാസൻ എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു.